നമ്മൾ മനുഷ്യർക്കിടയിൽ നമ്മൾക്ക് എല്ലാവർക്കും കുറച്ച് നല്ല സമയങ്ങളുണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ ചില സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ചിലപ്പം നമ്മളുടെ പേഴ്സണൽ ലൈഫിനെയും നമ്മുടെ ഫാമിലീനെയും പ്രൊഫഷണൽ ലൈഫിനെയും ഒക്കെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ നമ്മളൊരു മാരിറ്റൽ റിലേഷൻഷിപ്പിലാണെങ്കിൽ നമ്മുടെ വൈഫിനെ, നമ്മളുടെ കുട്ടികളെ ഒക്കെ അത് നല്ല രീതിയിൽ ബാധിക്കും. അപ്പം ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഒരാൾ അയാളുടെ ഫാമിലിക്ക് അയാൾ എങ്ങനെയൊക്കെ അത് സപ്പോർട്ട് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ അയാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹലോ, എൻ്റെ പേര് ഹിബ. ഞാൻ ഹെയിൽ ആൻഡ് ഹാപ്പിനെസ്സിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ വിഷമങ്ങൾ അല്ലെങ്കിൽ പ്രയാസങ്ങളെ എക്സ്പ്രസ് ചെയ്യുന്നത് ഓരോ രീതിയിലായിരിക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ വിഷമം പുറത്ത് കാണിക്കുന്ന പോലെ ആയിരിക്കില്ല നിങ്ങൾ ഓരോരുത്തരും പുറത്ത് കാണിക്കുന്നുണ്ടായിരിക്കാം. ഇപ്പോൾ രണ്ട് കപ്പിൾസിൻ്റെ ഇടയിൽ നോക്കുമ്പോൾ ഈ വൈഫ് അവളുടെ വിഷമം കാണിക്കുന്ന രീതിയിലായിരിക്കില്ല ചിലപ്പോൾ ഹസ്ബൻഡ് അയാളുടെ വിഷമം പുറത്ത് കാണിക്കുന്നുണ്ടായിരിക്കുക. ഭയങ്കര കുടുങ്ങിക്കിടക്കുന്ന ഒരു സമയത്താണെങ്കിൽ പോലും പരസ്പരം നല്ല രീതിയിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവാത്തത് കൊണ്ടാണ് അവർ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നത്. അപ്പം കാര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാനും അവരെ അതിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ വേണ്ടി നല്ല രീതിയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാനും സാധിക്കും. നമ്മുടെ ഹെയിലിൽ ഇതിൻ്റെ മുമ്പേ വന്നിട്ടുള്ളൊരു കേസിൽ ഹസ്ബൻഡ് ഭയങ്കരമായിട്ടുള്ളൊരു ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെ കടന്നു പോകുന്നൊരു സമയമായിരുന്നു. പക്ഷേ വൈഫിൻ്റെ അടുത്ത് അത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല, ഒട്ടും എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഈ ഹസ്ബൻഡിനെ സംബന്ധിച്ച് അയാൾ ചിന്തിച്ചിരിക്കുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യണം, ഇതെൻ്റെ ഫാമിലീനൊന്നും അറിയിക്കാതെ അവരെ ബാധിക്കാത്ത രീതിയിൽ ഞാൻ എങ്ങനെയെങ്കിലും ഇത് ഡീൽ ചെയ്തേ പറ്റുള്ളൂ, പ്രശ്നങ്ങളൊന്നും ഞാൻ പുറത്ത് കാണിക്കരുത്, അങ്ങനെ എങ്ങനെയെങ്കിലും ഇതൊന്ന് ഒതുക്കി തീർക്കണം എന്ന് വിചാരിച്ചിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഹസ്ബൻഡായിരുന്നു. അയാൾ ഇത്രയും സ്ട്രെസ്ഡ് ആയതുകൊണ്ട് തന്നെ അവരുടെ ഫാമിലി ലൈഫിലും അത് നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു. വൈഫ് എൻ്റെ അടുത്ത് വന്ന സമയത്ത് ആ ഹസ്ബൻഡിന് പഴയ രീതിയിൽ എന്നോട് ബിഹേവ് ചെയ്യാൻ പറ്റുന്നില്ല, അയാൾക്ക് എന്നോടുണ്ടായിരുന്ന സ്നേഹം കുറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു സെഷനിൽ വന്നിട്ടുണ്ടായിരുന്നത്. കൂടുതൽ സംസാരിച്ച സമയത്താണ് ഹസ്ബൻഡിന് ഇത്തരം ഒരു ക്രൈസിസ് ഉണ്ട് എന്നും അത് കാരണമാണ് അയാളുടെ ബിഹേവിയറിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ വന്നിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കേസിൽ ഹസ്ബൻഡും വൈഫുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ തമ്മിലുള്ള ഈ ചെറിയ ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് അവർക്ക് മനസ്സിലാവാതെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളുടെ പാർട്ട്ണർ ഇത്തരം ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുകയാണ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലായാൽ നമ്മൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അവരെ ഒന്ന് നല്ല രീതിയിൽ കേട്ടുകൊടുക്കുക. ആക്റ്റീവ് ലിസണിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം. അവരെ നമ്മൾ കേൾക്കുന്നുണ്ട് എന്നുള്ളൊരു ഫീൽ അവർക്ക് കിട്ടണം. ആരെങ്കിലും ഒരാൾ കേൾക്കാനുണ്ട്, അവരെ മനസ്സിലാക്കാനുണ്ട് എന്ന് അവർക്ക് മനസ്സിലാവുകയാണെങ്കിൽ, അത് ഫീൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചൊക്കെ അവർക്ക് ഓക്കെ ആയിട്ട് നിൽക്കാൻ പറ്റും. നമ്മൾ അവരെ ജഡ്ജ് ചെയ്യാതെ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും അതേ ഫീലിൽ നമുക്കത് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അവരെ ഓക്കെ ആക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ ചിലപ്പം ഒരു ബുദ്ധിമുട്ടുണ്ടായതിന് കാരണം നമ്മൾ പറഞ്ഞത് കേൾക്കാതെ, അതായത് ഈ വൈഫ് ചിലപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളിങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഹസ്ബൻഡ് ചിലപ്പം വൈഫ് പറഞ്ഞത് കേൾക്കാതെ ആ കാര്യം ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം മേ ബി ഈ ബുദ്ധിമുട്ടിലേക്ക് എത്തിയിട്ടുണ്ടായത്. എന്നിരുന്നാലും ഹസ്ബൻഡിന് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുമ്പം നമ്മൾ അയാളെ ക്രിറ്റിസൈസ് ചെയ്യാതിരിക്കുക. ഞാനന്ന് പറഞ്ഞായിരുന്നില്ലേ, അത് കേട്ടിരുന്നെങ്കിൽ ഇപ്പം ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ. ഈ രീതിയിൽ നമ്മൾ ഹസ്ബൻഡിനെ ക്രിറ്റിസൈസ് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് കൂടുതലായിട്ട് അത് ബുദ്ധിമുട്ടാവുകയാണ് ചെയ്യുക. അപ്പോൾ അയാളുടെ പ്രശ്നം അവിടെ കുറയല്ല, കൂടുകയാണ് ചെയ്യുക. ഇതിന് പകരമായിട്ട് നല്ല രീതിയിൽ സമാധാനത്തിൽ അയാളൊന്ന് കേട്ടിരിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ അത് അയാൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഓരോരുത്തരും അവരുടെ ബുദ്ധിമുട്ടുകളെ എക്സ്പ്രസ് ചെയ്യുന്നത് വേറെ വേറെ രീതിയിലാണെന്ന് നമ്മൾ പറഞ്ഞു. ചിലർക്ക് നമ്മളിപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് ഒരാളെടുത്ത്, അയാൾക്ക് നമ്മൾ റിപ്പീറ്റഡ്ലി ഇങ്ങനെ ചോദിക്കുകയാണ് എന്താ പ്രശ്നം പറ. അങ്ങനെ പറയുമ്പം അയാൾ നമ്മളെടുത്ത് പറയാണ് എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഓക്കെയാണ്, ഞാനൊന്ന് കുറച്ച് നേരം ഫ്രീ ആയിട്ട് ഇരിക്കട്ടെ എന്ന് പറയും. അപ്പം നമ്മൾ വീണ്ടും അങ്ങോട്ട് പോകും, ഇല്ല പ്രശ്നം പറഞ്ഞാൽ തീരും, നീ പറയേ അങ്ങനെ പറഞ്ഞ് നമ്മൾ അയാളുടെ പുറകെ ഇങ്ങനെ കൂടുമ്പം മേ ബി ചിലർക്കെങ്കിലും അതൊരു ബുദ്ധിമുട്ടായിരിക്കും. ചിലർ അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു വഴിയായിരിക്കും ഒറ്റയ്ക്ക് ഇരിക്കുക എന്ന് പറയുന്നത്. കുറച്ച് ഫ്രീ ആയിട്ട് നമ്മൾക്ക് കുറച്ച് മീ ടൈം കൊടുക്കുക, നമ്മളെ തന്നെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുക എന്ന് പറയും.
അതായത് ഞാനൊന്ന് ഫ്രീ ആയിട്ടൊന്ന് പുറത്ത് പോവുകയോ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഒറ്റയ്ക്കൊരു ഡേറ്റ് ഇന്ന് സിംഗിൾ ഡേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ നമ്മൾക്ക് എന്താണോ ഓക്കെ, നമ്മൾക്ക് ഓക്കെ ആവും എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ അവരെ അങ്ങ് വിടുക. ഫ്രീ ആയിട്ട് വിട്ടാൽ അവർ ഓക്കെ ആവും എന്ന് തോന്നുകയാണെങ്കിൽ, അവരതിന് ചോദിക്കുകയാണ് എനിക്ക് കുറച്ച് ഫ്രീ ആയിട്ടിരിക്കണം, ഒന്ന് വെറുതെ വിട്ടേ എന്ന് പറയുകയാണെങ്കിൽ അവർ വെറുതെ വിട്ടേക്കുക. അവർ ഫ്രീ ആവുന്ന സമയത്ത് കുറച്ചും കൂടി അവരത് കാമാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ്, അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. അവരുടെ പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫിലായിക്കോട്ടെ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കുറേ ടാസ്കുകളൊക്കെ ഉണ്ടായിരിക്കും. ആ ചെറിയ ചെറിയ ടാസ്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. നിർബന്ധമായിട്ടും അവർക്ക് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളായിരിക്കും, പക്ഷേ അവർക്ക് ഈ സിറ്റുവേഷൻ കാരണം ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെ വരുമ്പം നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ അതിന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യാതെ അവരോട് ചോദിക്കുക, ഞാൻ ഇതിൽ എന്താ ചെയ്തു തരേണ്ടത് എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഹെൽപ്പ് ചെയ്യുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഈ ഒരു ബുദ്ധിമുട്ടിലൂടെ പോകുന്ന സമയത്ത് അവരവരുടെ പേഴ്സണൽ കെയറോ ഹൈജീൻ കാര്യങ്ങളോ അല്ലെങ്കിൽ ഡെയിലി ചെയ്യുന്ന ഹാബിറ്റ് കാര്യങ്ങളോ ഒന്നും ഫോളോ ചെയ്യുന്നുണ്ടാവില്ല. അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു ട്രാക്കിൽ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ അവരെ ടേക്ക് കെയർ ചെയ്യുക. ഇപ്പം ഡെയിലി നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ് ഹസ്ബൻഡ്, നല്ല രീതിയിൽ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ആസ് യൂഷ്വൽ എന്തായാലും അവർക്ക് നല്ല രീതിയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള നമ്മളെ വർക്കൗട്ട് കാര്യങ്ങളൊന്നും ഫോളോ അപ്പ് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ ടേക്ക് കെയർ ചെയ്യുക. നല്ല രീതിയിൽ അവർക്ക് ഡയറ്റ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ അവർക്ക് എന്താണോ ഓക്കെ ആക്കും അവർ ടേക്ക് കെയർ ചെയ്യാൻ അവർ മറന്നു പോവുകയാണെങ്കിൽ നമ്മൾ അവരെ ടേക്ക് കെയർ ചെയ്ത് കൊടുക്കുക. അതും അവർക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ ഒരാൾ ബുദ്ധിമുട്ടിലാവുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അയാൾക്ക് പ്രശ്നം ഉണ്ടാവുക നെഗറ്റീവ് തിങ്കിങ് ആണ്. അതായത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിലേക്ക് കടന്നു വരുന്ന ഒരുപാട് വേണ്ടാത്ത കുറേ ചിന്തകളുണ്ടാവും. നമ്മൾ വേണം എന്ന് വിചാരിച്ചിട്ടല്ല കാര്യങ്ങൾ വരുന്നത്. അതായത് ഇപ്പോൾ ഒരു എക്സാമിന് ഫെയിലായ ഒരാൾ, അയാളുടെ മൈൻഡിലേക്ക് വരാം ഓക്കെ അടുത്ത തവണ ഞാൻ പാസ്സാവും എന്നായിരിക്കില്ല. ഓട്ടോമാറ്റിക്കലി അവരുടെ മൈൻഡിലേക്ക് കടന്നു വരുന്നുണ്ടായിരിക്കാം ഞാൻ ഫെയിലായി, ഞാൻ ടോട്ടലി ഒരു ഫെയിലാണ്, എല്ലാ സ്ഥലത്തും എൻ്റെ വാല്യൂ പോയി, എനിക്കിനി ഒരു ലൈഫില്ല, അങ്ങനെയുള്ള ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മളുടെ പാർട്ട്ണറിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് അവരുടെ പോസിറ്റീവ്സ് കാര്യങ്ങൾ ഒന്ന് എൻഹാൻസ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. അതായത് അവർക്ക് ഈ നെഗറ്റീവ്സ് മാത്രമല്ല ഒരുപാട് പോസിറ്റീവ്സ് കാര്യങ്ങളും ഉണ്ട് എന്ന് നമ്മളിങ്ങനെ ആളെങ്ങനെ അവെയർ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ഒരു ഓക്കെ നെഗറ്റീവ്സ് മാത്രമല്ല എനിക്ക് കുറേ പോസിറ്റീവ്സും ഉണ്ട്, അപ്പോൾ ഞാൻ ഇത്ര ഡെസ്പ് ആവേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു രീതിയിലേക്ക് എത്താൻ ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഇതേപോലെയൊക്കെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ഫിസിക്കൽ അഫെക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു പ്രസൻസ് അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പൊട്ടി നിൽക്കുന്ന ഒരാളെ നമ്മളൊന്ന് പോയി കെട്ടിപ്പിടിക്കുന്നത്, അല്ല അവരുടെ കയ്യിലൊന്നിങ്ങനെ ഒന്ന് ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്യുന്നത്, നല്ല സങ്കടമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെ പുറകിലൊന്നിങ്ങനെ തട്ടി കൊടുക്കുന്നതൊക്കെ അവർക്ക് ചിലപ്പോൾ ഒരു ആശ്വാസം കിട്ടുന്ന കാര്യങ്ങളായിരിക്കും. ഈ ഫിസിക്കൽ ടച്ചിന് നല്ല സെക്യൂർഡ് ആയിട്ടുള്ളൊരു ഫീൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. നമ്മളുടെ ആ ഒരു പ്രസൻസ് അല്ലെങ്കിൽ ആ ഒരു വാംത്ത് അയാൾക്ക് കിട്ടുവാണെങ്കിൽ അയാൾ കുറച്ചും കൂടി ഒന്ന് കാം ആവാനും നല്ല റിലാക്സ്ഡ് ആവാനും അത് ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ പാർട്ട്ണർ ഇത്തരം ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്നായിരുന്നു നമ്മളോട് പറയുകയാണെങ്കിൽ, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെ കംഫർട്ടാക്കാൻ ശ്രദ്ധിക്കുക. ഈ രീതിയിലൊക്കെ ഒന്ന് അവരെ ടേക്ക് കെയർ ചെയ്ത് നോക്കാം. ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങളൊക്കെ കണ്ടുവരും. തീരെ നിങ്ങൾക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, ദിവസം കഴിയുന്തോറും ഇത് ഭയങ്കര ബുദ്ധിമുട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് നിങ്ങൾ സീക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത് അവരുടെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും അതേപോലെ തന്നെ മാരിറ്റൽ റിലേഷൻഷിപ്പിലും നല്ല രീതിയിൽ ഹെൽപ്പ് ആവുന്നൊരു കാര്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.